നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ലിങ്ക് ലിസ്റ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. മെയിനായിട്ട് ലിങ്ക് ലിസ്റ്റ് 3 ടൈപ്പാണുള്ളത്. ഫസ്റ്റ് വൺ സിംഗ്ലി ലിങ്ക് ലിസ്റ്റ്, രണ്ടാമത്തെ ഡബ്ലി ലിങ്ക് ലിസ്റ്റ്, മൂന്നാമത്തെ സർക്കുലർ ലിങ്ക് ലിസ്റ്റ്. ചില ആൾക്കാർ ലിസ്റ്റ് ചെയ്യുമ്പോൾ 4 ആക്കി ലിസ്റ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതായത് സർക്കുലർ ലിങ്ക് ലിസ്റ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സിംഗ്ലി ലിങ്ക് ലിസ്റ്റിൽ സർക്കുലർ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അതേപോലെ ഡബ്ലി ലിങ്ക് ലിസ്റ്റിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം, സർക്കുലർ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. രണ്ടും സെയിം തന്നെയാണ്. അതായത് സർക്കുലർ ലിങ്ക് ലിസ്റ്റ് എന്താണ് എന്നുള്ളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് സിംഗ്ലി ലിങ്ക് ലിസ്റ്റും ഡബ്ലി ലിങ്ക് ലിസ്റ്റിലേക്കും അതുകൊണ്ടായിട്ട് അപ്ലൈ ചെയ്യാം. മെയിനായിട്ട് 3 എന്തുള്ളത്, ലിങ്ക് ലിസ്റ്റ് ഉള്ളത്. നമുക്ക് 1 ബൈ 1 ആയിട്ട് നോക്കാം. ആദ്യത്തെ ആളാണ് എന്ത്, സിംഗ്ലി ലിങ്ക് ലിസ്റ്റ്. അതിന് മറ്റു പേരുകളാണ് എന്ത്, വൺ വേ ചെയിൻ, വൺ വേ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. അതായത് അതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, വൺ വേ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഭാഗത്തേക്ക് മാത്രം. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മാത്രമേ എന്ത് കൊടുക്കുന്നുള്ളൂ, കണക്ഷൻ കൊടുക്കുന്നുള്ളൂ എങ്കിൽ സിംഗ്ലി ലിങ്ക് ലിസ്റ്റാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു 300 എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോഡ് എടുക്കുകയാണ്. ആ 300 എന്ന് പറഞ്ഞ നോഡിന് ആരെപ്പറ്റി അറിവുണ്ട്, 400 എന്ന് പറഞ്ഞ നോഡിനെ പറ്റി ഒരു അറിവുണ്ട്. കാരണം എന്താ, 300 എന്ന ലൊക്കേഷനിൽ കിടക്കുന്ന നോഡിന് ലിങ്ക് പോർഷനിൽ 400 ആണുള്ളത്. സോ തൊട്ടടുത്തുള്ള ആളെ പറ്റി എന്തുണ്ട്, ഒരു നോളജ് ഉണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആളെ പറ്റി നോളജ് ഉണ്ട്. പക്ഷേ 300 എന്ന് പറഞ്ഞ നോഡിന് ആരെപ്പറ്റി അറിവില്ല, 200നെ പറ്റി യാതൊരുവിധ നോളജും ഇല്ല. അപ്പോൾ സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ വേ ലിസ്റ്റ് ഓർ വൺ വേ ചെയിനാണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരൊറ്റ വേ മാത്രമേ ഉള്ളൂ. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ആളെ പറ്റി അറിവുണ്ട്, പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ആളെ പറ്റി എന്തില്ല, യാതൊരു വിധത്തിലുള്ള അറിവുമില്ല. ഇനി നമ്മൾ ഏത് ലിങ്ക് ലിസ്റ്റ് പഠിക്കുമ്പോഴും, അത് സിംഗ്ലി ആയിക്കോട്ടെ, ഡബ്ല്യു ആയിക്കോട്ടെ, സർക്കുലർ ആയിക്കോട്ടെ, ഏത് ലിങ്ക് ലിസ്റ്റ് പഠിക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താ ഇത്രയും ഓപ്പറേഷൻസ് നമുക്കതിൽ പഠിക്കാൻ പറ്റും. ട്രാവേഴ്സൽ, മർജിങ്, ഇൻസേർഷൻ, ഡിലീഷൻ എന്ന് പറഞ്ഞിട്ട് 4 ഓപ്പറേഷൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ട്രാവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കീനെയും അഥവാ എല്ലാ വാല്യൂസിനെയും എല്ലാ ഡാറ്റയെയും ഞാൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഞാൻ എന്ത് വിളിക്കും, ട്രാവേഴ്സൽ എന്ന് വിളിക്കും. എല്ലാവരെയും കാണുന്നു, എല്ലാ എലമെൻസിനെയും വിസിറ്റ് ചെയ്യുന്നു. മർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലിങ്ക് ലിസ്റ്റിനെ ഒരുമിപ്പിച്ച് ചേർത്ത് ഒന്നാക്കുകയാണെങ്കിൽ അത് മർജിങ് എന്ന് വിളിക്കും. ദെൻ ഇൻസേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ഒരു ലിങ്ക് ലിസ്റ്റിലേക്ക് പുതുതായിട്ടൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നൊരു പേരാണ് എന്ത്, ഇൻസേർഷൻ. അത് നമുക്ക് 3 പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യാം. അത് നമുക്ക് ഇൻസേർഷൻ പറയുമ്പോൾ ഡീറ്റെയിൽ ചെയ്ത് പറയാം. ഡിലീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ലിങ്ക് ലിസ്റ്റിൽ നിന്ന് ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്യുന്നു. അതും ഈ പറഞ്ഞതുപോലെ ഈ 3 പൊസിഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് നോക്കാം. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുക എന്താണ് ട്രാവേഴ്സൽ എന്നുള്ളൊരു മീനിങ്, ഒരു കാര്യം നോക്കുക. അപ്പോൾ സിംഗ്ലി ലിങ്ക് ലിസ്റ്റിൽ ഒരുപാട് 4 ഓപ്പറേഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തെ ആളാണ് എന്ത്, ട്രാവേഴ്സൽ. അപ്പോൾ ട്രാവേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് ഓൾ എലമെൻറ്റ്സ് ആണ്. വിസിറ്റ് ഓൾ എലമെൻറ്റ്സ്, എല്ലാ എലമെൻറ്റ്സിനെയും വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ട്രാവേഴ്സൽ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു ലിങ്ക് ലിസ്റ്റിനെ വരച്ചിട്ടുണ്ട്. ഈ എല്ലാ എലമെൻറ്റിനെയും ഞാൻ വിസിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാ എലമെൻറ്റിനെയും വിസിറ്റ് ചെയ്ത് കഴിയുന്ന അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ അങ്ങ് പ്രിൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുന്നു. അതായത് എല്ലാവരെയും പ്രിൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 ഒരു എലമെൻ്റാണ്, അഥവാ 10 ഒരു വാല്യൂ ആണ്, അഥവാ 10 ഒരു കീ ആണ്. അതേപോലെ 20 ഒരു കീ ആണ്, 30 ഒരു കീ ആണ്. 10, 20, 30 എന്ന് പറഞ്ഞാൽ കീ അഥവാ ഡാറ്റയാണെന്ന് പറയാം. അപ്പോൾ ആ ഡാറ്റയെ ഞാൻ പ്രിൻറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, എല്ലാ നോഡിലും പോയാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അറ്റ് ദി എൻഡ് പ്രിൻറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഞാൻ എല്ലാ നോഡിനെയും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഞാനതിൻ്റെ സ്റ്റെപ്പ് എഴുതുകയാണ്. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആരെപ്പറ്റി മാത്രമേ ഒരു അറിവുള്ളൂ, ഈ ഒന്നാമത്തെ നോഡ്, അതായത് ഈ ഫസ്റ്റ് കാണുന്ന നോഡിൻ്റെ പേര് ഹെഡാണ് എന്നുള്ളത് മാത്രമേ നമുക്കൊരു നോളജ് ഉള്ളൂ. തൊട്ടപ്പുറത്തുള്ള നോഡിൻ്റെ പേരോ ഈ തൊട്ടപ്പുറത്തുള്ള നോഡിൽ ഏത് ഡാറ്റയാണുള്ളതെന്നോ നമുക്കറിയില്ല. അതുപോലെ ഈ ഹെഡ് കഴിഞ്ഞിട്ട് എത്ര നോഡ് വരുന്നുള്ളത് ഉണ്ട് എന്നുള്ളതിനെ പറ്റി നമുക്ക് എന്തില്ല, യാതൊരുവിധ അറിവുമില്ല. അത് മേ ബി 100 ആവാം, 1000 ആവാം, എത്ര വേണമെങ്കിലും ആവാം, നമുക്ക് അറിവില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ചെയ്യേണ്ടത്, അത് സിംഗ്ലി ലിങ്ക് ലിസ്റ്റ് ആണെങ്കിലും ഡബ്ലി ലിങ്ക് ലിസ്റ്റ് ആണെങ്കിലും അതുപോലെ ഈ പറഞ്ഞതിൽ ഏത് ഓപ്പറേഷൻ ആണെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ലിങ്ക് ലിസ്റ്റ് വരയ്ക്കുക. അതിനുശേഷം ഹെഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന നോഡിനൊരു പേരിട്ട് വിളിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഞാനിവിടെ PTR എന്നൊരു പേരിടുകയാണ്. ഞാൻ PTR, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും ഇടാം. ഞാൻ PTR എന്ന് പറഞ്ഞൊരു പേരിടുന്നു. അപ്പോൾ ഞാനിവിടെ പോയിട്ട് ഈ നോഡിൻ്റെ അടുത്ത് പോയിട്ട് വെറുതെ PTR എന്ന് എഴുതിയത് കൊണ്ട് അതിന് PTR എന്ന് ഒരു പേര് കിട്ടില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ സ്റ്റെപ്സ് കൂടെ എഴുതണം. അപ്പോൾ ഈ നോഡിനെ PTR എന്ന് വിളിക്കാൻ വേണ്ടി ഈ ഹെഡ് നോഡും രണ്ടാമത് ഈ കാണുന്ന ഈ നോഡും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കുക. ഒരു കണക്ഷൻ ഉണ്ടല്ലോ. ഈ PTR എന്ന പേര് ഞാൻ കൊടുത്തിട്ടുള്ള നോഡിന് അഡ്രസ്സ് 200 ആണ്. ആ 200 എന്ന് പറഞ്ഞ അഡ്രസ്സ് എവിടെയുണ്ട്, ഹെഡിൻ്റെ ലിങ്ക് പോർഷനിലുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കണക്ഷൻ കൊടുക്കാം, PTR ഇസ് ഈക്വൽ ടു ഹെഡിൻ്റെ ലിങ്ക്. ഹെഡിൻ്റെ എവിടെയാണുള്ളത്, ലിങ്ക് പോർഷൻ. രണ്ടാമത്തെ പോർഷനെ ഞാൻ ലിങ്ക് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഹെഡിൻ്റെ ലിങ്ക് പോർഷനിലാണ് ആരുള്ളത്,
200 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഹെഡിൻ്റെ ലിങ്കിലുള്ളത് 200. ആ 200 ആളെ ഞാൻ എന്ത് വിളിച്ചു? PTR എന്ന് വിളിച്ചു. അപ്പോൾ PTR ഇസ് ഈക്വൽ ടു ഹെഡിൻ്റെ ലിങ്ക്. ഓക്കെ, ഇവിടെ ഒരു എറോ മാർക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു നോഡിൻ്റെ ഡാറ്റ അല്ലെങ്കിൽ ആ നോഡിൻ്റെ ലിങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആ നോഡിൻ്റെ പേര് പറയും, എന്നിട്ടൊരു എറോ മാർക്ക് ഇട്ടിട്ട് ലിങ്കാണോ ഡാറ്റയാണോ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. ഇവിടുത്തെ ഈ നോഡിൻ്റെ പേര് ഹെഡ് എന്നാണ്, നമ്മളായിട്ട് കൊടുത്തതല്ല. ഫസ്റ്റിൻ്റെ നോഡിൻ്റെ പേര് ഹെഡ് എന്നുള്ളത് ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്, ഒരു പേരാണത്. അപ്പോൾ ഹെഡിൻ്റെ ലിങ്ക്, അപ്പോൾ ഹെഡ് ആരോ മാർക്ക് ലിങ്ക്. ഇനി ഹെഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഡാറ്റ ആണെങ്കിൽ അതിൻ്റെ പേര് ആരോ മാർക്ക് ഡാറ്റ, അങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് PTR എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് 10 പ്രിൻ്റ് ചെയ്യണം, 20 പ്രിൻ്റ് ചെയ്യണം, 30 പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആദ്യം 10 പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ അവിടെ ആകെ 3 നോഡല്ലേ ഉള്ളൂ ഇനി. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? 10 പ്രിൻ്റ് ചെയ്യാം. തൊട്ടടുത്ത ആൾക്ക് PTR 1 എന്ന് പേര് കൊടുത്തു. 20 പ്രിൻ്റ് ചെയ്യാം. തൊട്ടടുത്ത ആൾക്ക് PTR 2 എന്ന് പേര് കൊടുത്തു. 30 പ്രിൻ്റ് ചെയ്യാം. അങ്ങനെ പ്രിൻ്റ് ചെയ്യാം. പക്ഷേ അത് നമുക്ക് എല്ലാ സെനാരിയോയിലും പോസിബിൾ ആയൊരു കാര്യമാണോ? ഇവിടെ ഇപ്പോൾ ഒരു 4 നോഡാണെങ്കിൽ എനിക്ക് സിംപ്ലി വേണമെങ്കിൽ എന്ത് ചെയ്യാം? കുറച്ചധികം സ്റ്റെപ്പ് എഴുതി അങ്ങനെ എനിക്ക് പ്രിൻ്റ് ചെയ്യിക്കാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരു 100 നോഡ് അല്ലെങ്കിൽ 1000 നോഡൊക്കെ ഉള്ള ഒരു സെനാരിയോ വരുമ്പോൾ നമുക്ക് അങ്ങനെ എത്ര നോഡുണ്ട് എന്ന് പോലും അറിയാത്തൊരു സിറ്റുവേഷനിൽ നമുക്ക് അങ്ങനെ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ ആയൊരു കേസല്ല. അങ്ങനെയുള്ളൊരു കേസിലാണ് നമ്മൾ ആരെ കൊണ്ടുവന്നത്? ലൂപ്പ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അല്ലേ? നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ലൂപ്പിനെ യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ളൊരു സെനാരിയോയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഒരു വൈൽ ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വൈൽ ലൂപ്പ് യൂസ് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യണം? ഓരോ നോഡിൻ്റെയും ഡാറ്റ അഥവാ കീനെ ഞാൻ പ്രിൻ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് കണ്ടീഷൻ കൊടുക്കണമെന്ന് ആലോചിക്കുക. നിങ്ങൾ ചിന്തിക്കുമ്പോൾ പല ആളുകൾക്കും ആദ്യം വരാൻ സാധ്യതയുള്ളൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ നോഡിൻ്റെ ലിങ്ക് പോർഷൻ നള്ളാണല്ലോ. അപ്പോൾ ലാസ്റ്റത്തെ നോഡിൻ്റെ ലിങ്ക് നള്ളാണോ ആണോ എന്ന് നോക്കിപ്പോയാൽ പോരെ എന്നുള്ളൊരു കാര്യമായിരിക്കും ചിലപ്പോൾ ആദ്യം ചിന്തയിലേക്ക് വരിക. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 30 എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രിൻ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നോക്കുന്നത് ഓരോ നോഡും നള്ളാണോ എന്നുള്ളതാണ് ഞാൻ നോക്കി പോകുന്നത്. ഇവിടെ ഞാൻ കണ്ടീഷൻ കൊടുക്കുന്നത് PTR നോട്ട് ഈക്വൽ ടു നൾ. അപ്പോൾ ഇപ്പോൾ എൻ്റെ PTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 200 എന്ന് പറഞ്ഞ മെമ്മറി ലൊക്കേഷനിലുള്ള നോഡാണെന്ത്? എൻ്റെ PTR. അപ്പോൾ ഞാൻ PTR നോട്ട് ഈക്വൽ ടു നള്ളാണോ നോക്കി. PTRൻ്റെ ഡാറ്റ നള്ളാണോ എന്നല്ല ഞാൻ നോക്കുന്നത്. PTRൻ്റെ ലിങ്ക് നള്ളാണോ എന്നോ അതുമല്ല ഞാൻ നോക്കുന്നത്. ഞാൻ നോക്കുന്നത് PTR നള്ളാണോ എന്നാണ്. ഓക്കെ, PTR തന്നെ നള്ളാണോ എന്ന് ഞാൻ നോക്കി. അപ്പോൾ PTR നള്ളാണോ? അല്ല. അതിൻ്റെ ഡാറ്റയും അഡ്രസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് നള്ളല്ല എങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഈ കണ്ടീഷൻ ട്രൂ ആണ്. നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നള്ളല്ലല്ലോ എന്നാണ് ചോദ്യം. അപ്പം നള്ളല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് എന്ത് ചെയ്യാം? ഈ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കയറാം. അവിടെ എന്താണുള്ളത്? പ്രിൻ്റ് PTR ഡാറ്റ. PTRലുള്ള ഡാറ്റയെ പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ PTRൽ ഇപ്പോൾ ഉള്ള ഡാറ്റ 10 ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? 10നെ പ്രിൻ്റ് ചെയ്യുന്നു. ഓക്കെ, ആ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്തത് PTR ഇസ് ഈക്വൽ ടു PTRൻ്റെ ലിങ്ക്. അപ്പോൾ ഇയാളെ ഞാൻ വിസിറ്റ് ചെയ്തു, ട്രാവേഴ്സ് ചെയ്തപ്പോൾ ഇയാളെ ഞാൻ വിസിറ്റ് ചെയ്തു. ഇയാളുള്ള 10 എന്ന് പറഞ്ഞ ഡാറ്റയെ ഞാൻ എന്ത് ചെയ്തു? പ്രിൻ്റ് ചെയ്യുകയും ചെയ്തു. ഇനി എനിക്ക് ഇയാളെ PTR എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ തൊട്ടടുത്ത ആളെ ഞാൻ എന്ത് വിളിക്കുകയാണ്? PTR എന്ന് വിളിക്കുകയാണ്. PTRൻ്റെ ലിങ്ക് ഇസ് ഈക്വൽ ടു PTR. അപ്പോൾ PTRൻ്റെ ഇപ്പോഴത്തെ ലിങ്ക് എന്താ? 300 ആണ്. അപ്പോൾ 300 ആളെ ഞാൻ എന്ത് വിളിക്കുന്നു? പുതുതായിട്ട് PTR എന്ന് വിളിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ വരും, എന്തിനാണ് ഞാനിവിടെ PTR എന്ന് തന്നെ വിളിച്ചത്? ഇനി വേണമെങ്കിൽ എനിക്ക് PTR 1 എന്ന് വിളിച്ചൂടെ? അങ്ങനെ PTR 1 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഞാനിവിടെ കൊടുത്തിട്ടുള്ള കണ്ടീഷൻ PTR നോട്ട് ഈക്വൽ ടു നൾ എന്നാണ്. അപ്പോൾ എപ്പോഴും ഈ ഒരു നോഡിൽ വെച്ച് തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യാതിരുന്നത്? ഡിഫറെൻ്റ് പേര് കൊടുക്കാതെ സെയിം പേര് തന്നെ കൊടുത്തത്. ഇത് കൺഫ്യൂഷൻ ആവാൻ പാടില്ല. PTR ഇസ് ഈക്വൽ ടു PTRൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ നോഡിനെ ആയിരുന്നു ഞാൻ PTR എന്ന് വിളിച്ചത്. ഞാൻ അയാളെ ട്രാവേഴ്സ് ചെയ്തു. അയാളിലുള്ള വാല്യൂ 10 ആണ്. ഞാൻ 10നെ പ്രിൻ്റ് ചെയ്തു. ഇനി എനിക്ക് ഇയാളെ എന്ത് പേരിട്ട് വിളിച്ചിട്ടും പ്രത്യേകിച്ച് ഒരു യൂസും ഇല്ല. അപ്പോൾ തൊട്ടടുത്ത ആൾ ഞാൻ എന്ത് ചെയ്യണം? ഒരു പേരിട്ട് വിളിക്കണം. അപ്പോൾ ഓരോരോ പ്രാവശ്യം പുതിയ പേര് കൊടുക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യുന്നു? PTR എന്ന് പറഞ്ഞ് സെയിം പേര് തന്നെ കൊടുക്കുന്നു. അതിനുവേണ്ടി PTR ഇസ് ഈക്വൽ ടു PTRൻ്റെ ലിങ്ക്. ആദ്യത്തെ PTRൻ്റെ ലിങ്ക് 300 ആണ്. അപ്പോൾ 300 ആളെ ഞാൻ എന്ത് വിളിക്കുന്നു? പുതിയ PTR ആയിട്ട് വിളിക്കുന്നു. അപ്പോൾ PTR മാറിയല്ലോ അല്ലേ? അത് ഇയാളായിരുന്നു, ഇപ്പോൾ ഇയാളായിട്ട് മാറി. അപ്പോൾ കണ്ടീഷൻ മാറിയ സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യണം? ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. എൻ്റെ കണ്ടീഷൻ എന്താ? PTR നോട്ട് ഈക്വൽ ടു നൾ. ഈ നോഡ് നള്ളാണോ? ഈ നോഡ് നള്ളല്ല. ഇവിടെ ആരുണ്ട്? 20 ഉണ്ട്, 400 ഉണ്ട്, അഡ്രസ്സും ഉണ്ട്, ഡാറ്റയുണ്ട്. അപ്പോൾ നള്ളല്ലാത്തത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് ഒന്നുകൂടെ കയറാം. അവിടെ എന്താണുള്ളത്? പ്രിൻ്റ് PTR ഡാറ്റ. പ്രിൻ്റ് PTR ഡാറ്റ. അവിടെയുള്ള ഡാറ്റ 20 ആണ്. ഞാൻ എന്ത് പ്രിൻ്റ് ചെയ്തു? ഞാൻ 20നെ പ്രിൻ്റ് ചെയ്തു. ദെൻ PTR ഇസ് ഈക്വൽ ടു PTRൻ്റെ ലിങ്ക്.
ഇയാൾ ആവശ്യം കഴിഞ്ഞു, ഇയാളെ ഞാൻ പോയി കണ്ടു, ഇയാളുള്ള 20 ഞാൻ പ്രിൻ്റ് ചെയ്തു, ഇനി ഇയാൾ ആവശ്യം എനിക്കില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, തൊട്ടടുത്ത ആളെ PTR എന്ന് വിളിച്ചു. ഈ PTRൻ്റെ ലിങ്ക് പോർഷനുള്ളത് 400 ആ 400 ആളെ ഞാൻ എന്ത് വിളിച്ചു, പുതിയ PTR എന്ന് വിളിച്ചു. അപ്പം PTR നോട്ട് ഈക്വൽ ടു നള്ളാണോ, കണ്ടീഷൻ ഒന്നുകൂടെ ചെക്ക് ചെയ്തു. അപ്പോൾ ഇയാൾ നോട്ട് ഈക്വൽ ടു നള്ളല്ല, ഇയാളുടെ ലിങ്ക് നള്ളാണ്. പക്ഷേ ഞാൻ ഇയാളുടെ ലിങ്ക് നള്ളാണോ എന്നല്ല നോക്കുന്നത്, ഇയാൾ അങ്ങനെ തന്നെ നള്ളാണോ എന്നാണ്. ഇയാൾ അങ്ങനെ തന്നെ നള്ളല്ല അല്ലേ, കാരണം ഡാറ്റ പോർഷനിൽ 30 ഉണ്ട്, ലിങ്ക് മാത്രമേ നള്ളായിട്ടുള്ളൂ. അപ്പം അങ്ങനെ തന്നെ നള്ളല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് എന്ത് പറയാം, ഇത് നള്ളല്ല. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ഒരു പ്രാവശ്യം കൂടെ ഉള്ളിലേക്ക് കയറാം. ഒരു പ്രാവശ്യം കൂടെ ഞാൻ എന്ത് ചെയ്തു, ഉള്ളിലേക്ക് കയറി. അപ്പോൾ PTR is equal to PTRൻ്റെ ലിങ്ക് ഡാറ്റേനെ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഞാൻ 30 പ്രിൻ്റ് ചെയ്തു. PTR is equal to PTRൻ്റെ ലിങ്ക്. അങ്ങോട്ടേക്ക് ആരെങ്കിലും ഉണ്ടോ, അവിടെ ആരുമില്ല, നള്ളാണല്ലേ. അപ്പോൾ കണക്ഷൻ ഇല്ല. അപ്പോൾ നള്ളാണെന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് എന്തുണ്ടാവാം, മേ ബി ഒരുപാട് നോഡുകൾ, ഒരുപാട് ഫ്രീ സ്പേസുകൾ ഉണ്ടാവാം. ഫ്രീ സ്പേസുകൾ അവിടെ ഉണ്ടാവാം, നമുക്കറിയില്ല. ഫ്രീ സ്പേസുകൾ ഉണ്ടാവാം. അപ്പോൾ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്, PTR നോട്ട് ഈക്വൽ ടു നൾ. മേ ബി നള്ളാവാം, കാരണം അവിടെ എന്തെങ്കിലും ഫ്രീ സ്പേസ് ആയിരിക്കും ഉണ്ടാവുക, അതിൻ്റെ ഉള്ളിൽ ആരുമില്ല എന്തായാലും. അപ്പോൾ ഈ കണ്ടീഷൻ എന്ത് ചെയ്തു, തെറ്റി. കണ്ടീഷൻ തെറ്റി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, പുറത്തേക്ക് വരണം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഹെഡിനെ പറ്റി മാത്രമേ നമുക്ക് അറിവുള്ളൂ. ഹെഡിന് തൊട്ടിപ്പുറത്തുള്ള ആളെ പറ്റി എനിക്കൊരു അറിവ് വേണം. ഞാൻ അയാൾക്കൊരു പേര് കൊടുക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇയാൾക്കൊരു പേര് കൊടുക്കുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കുക. ഹെഡിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞ് എടുത്തിട്ടാണ് ഞാൻ ഇയാൾക്കൊരു പേര് കൊടുക്കുന്നത്. ഇനി അടുത്തത് നോക്കുന്നത്, ഏതൊക്കെ നോഡാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ട്രാവേഴ്സൽ ആയതുകൊണ്ട് ട്രാവേഴ്സലിൽ നമ്മൾ നോക്കേണ്ട കേസില്ല, കാരണം എല്ലാ നോഡുകളും എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അതല്ല മർജിങ് അഥവാ ഇൻസേഷൻ്റെ ഒക്കെ കേസിൽ നമ്മൾ ചെയ്യുക, ഏതൊക്കെ നോഡാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ആ നോഡിന് എങ്ങനെ പേര് കൊടുക്കണം, ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ സ്റ്റെപ്പുകൾ എഴുതിയിട്ട് പോവുക. അപ്പോൾ ആദ്യം ഞാൻ ഇയാൾക്കൊരു പേര് കൊടുത്തു, അതാണ് PTR is equal to ഹെഡിൻ്റെ ലിങ്ക്. അതിനുശേഷം എനിക്ക് ഓരോരാളെയും പോയിട്ട് വിസിറ്റ് ചെയ്യണം, ഓരോരാളെയും പ്രിൻ്റ് ചെയ്യണം. സോ ഓരോരാളെയും വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു കണ്ടീഷൻ കൊടുത്തു, PTR നോട്ട് ഈക്വൽ ടു നൾ. PTR ലിങ്ക് നോട്ട് ഈക്വൽ ടു നൾ എന്നല്ല ഞാൻ കൊടുത്തത്. PTR ലിങ്ക് നോട്ട് ഈക്വൽ ടു നൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഈ ലാസ്റ്റത്തെ നോഡിന് 30 എനിക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതാണ് എന്ത് വരുന്നത്, ട്രാവേഴ്സൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്.